ഇത് ഞാൻ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച പുതിയൊരു ഐറ്റമാണ്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഷേപ്പ് കണ്ടിട്ട് ഗസ് ചെയ്യാൻ പറ്റണുണ്ടോ? അപ്പോൾ ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കട്ടിംഗ് ബോർഡാണ്. നമ്മൾ ഇപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, നോർമലി ഉപയോഗിക്കുന്നത് വുഡൻ കട്ടിംഗ് ബോർഡാണ്. അത് ഇങ്ങനെ വെള്ളമൊക്കെ നിന്നിട്ടും ഇതായിട്ടൊക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അതിൽ പൂപ്പൽ വരും, ഫംഗസ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാം. കറക്റ്റ് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറേ ആയി ഇങ്ങനെ വിചാരിക്കണം ഒരെണ്ണം ഇങ്ങനത്തെ വാങ്ങിക്കണം എന്ന്. അപ്പോൾ ഇപ്പോഴാണ് അവസരം ഒത്തു വന്നത്. അപ്പോൾ ഞാനിതാ വാങ്ങിച്ചതാണ്. സൈസ് പല സൈസിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിക്കുമ്പോൾ ഏതായാലും ഒരു കുഴപ്പമില്ലാത്ത നമുക്ക് അത്യാവശ്യം ഒരു വലുപ്പമുള്ള രീതിയിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്കിത് മൾട്ടി ആണ്. കട്ടിംഗ് ബോർഡായിട്ടും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ചപ്പാത്തി പത്തിരി അതൊക്കെ പരത്താൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എന്താ അതിന് പറയുക, പരത്തുന്ന കുഴൽ പോലത്തെ സാധനം. ഇവിടെ പൊതുവേ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് നമ്മുടെ പൈപ്പില്ലേ, പൈപ്പ് ലൈനൊക്കെ വലിക്കുന്ന ആ പൈപ്പ്, അങ്ങനത്തെ ഒരു പൈപ്പാണ് ഉപയോഗിക്കണം. അപ്പോൾ ഇതും കൂടി ഉള്ളത് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇങ്ങനെ ബോർഡ് മാത്രമായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അതും കൂടി വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. റേറ്റിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ബോർഡ് മാത്രമുള്ളതും ഇത് വിത്ത് ആ പൈപ്പ് വരുന്നതും അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ബോർഡ്. അത്യാവശ്യം വലിപ്പം, കാരണം നമ്മൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡിനേക്കാളും കുറച്ച് സൈസ് വ്യത്യാസമുണ്ട്. പിന്നെ അതിന് എഡ്ജിൽ ഇങ്ങനെ ഒരു കുറച്ച് താഴ്ത്തിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ പലകല ചിരവൊക്കെ വെക്കുന്ന പോലെ വെക്കാം. അതുപോലെ പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്ഷൻ ചെയ്തൊക്കെ സ്ക്രാച്ച് വീഴുന്നുണ്ടോ എന്ന്. അപ്പോൾ